ഹലോ, ജനുവരി 2, 2025. ഇന്ന് നമ്മൾ സേവിച്ചേട്ടൻ്റെ മധുരം വെപ്പാണ്. ഞാനിപ്പോൾ സേവിച്ചേട്ടൻ്റെ വീട്ടിലിരിക്കുകയാണ്. ഇനിയിപ്പോൾ സേവിച്ചേട്ടൻ കൂടെ റെഡിയായി വന്നിട്ട് നമ്മൾ നേരെ പാരിഷ് ഹാളിലേക്ക് പോവും. സേവിച്ചേട്ടൻ്റെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ ഉള്ളൊരു അവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൊരു ചെറിയൊരു ചടങ്ങാണ്. കല്യാണത്തിന് മുന്നേ ഉള്ളൊരു ചെറിയൊരു ചടങ്ങാണിത്. ഇത് വ്ളോഗാ, ഞാൻ വ്ളോഗിലൊക്കെ ഇടും. ഹായ് പറ. കൊച്ചുമോളെ ഞങ്ങൾ വിളിക്കുക. രാഖി എന്നാണ് ഓഫീസറുടെ പേര്. ഇതെന്റെ മൂത്താളാണ് രേഷ്മ. ചെറുതായിട്ട് ഭയങ്കര ഷമീർക്ക കഴിഞ്ഞ ദിവസം ഒന്നും ഷമീർക്കയെ കിട്ടിയില്ല. എന്താ പറയാനുള്ള നമ്മുടെ സിയോചേട്ടന്റെ മാറിക്ക് അങ്ങോട്ട് നീങ്ങി സിയോചേട്ടന്റെ കല്യാണമാണ് 2 days കഴിഞ്ഞ. നോക്കി അങ്ങോട്ട് നോക്കി നമുക്ക് ഇടിക്കാം. അങ്ങോട്ട് പോകുന്നു. ഓക്കെ, വേണ്ട. എല്ലാവരും ഫ്രണ്ടിലേക്ക് വരിക. നമ്മുടെ സിജോയുടെ മതിലൊക്കെ ഹലോ മേണവാട്ടി. ഡോണ്ട് ഡിസ്റ്റർബ്. പെണ്ണ് മാറി പോകുന്നൊരു ഒരു മാറില്ല. സിസ്റ്റേഴ്സാണ്. രണ്ടാമത്തെ സിസ്റ്റർ ഹായ് ഇപ്പൊ കൊടുത്തു. അപ്പോ അടിപൊളിയുണ്ട്. നമ്മുടെ പെണ്ണിന്റെ മധുരവെപ്പാണ്. ഇന്ന് ചെക്കന്റെ സൈഡിലെ ചെക്കന്റെ മധുരവെപ്പാണ്. നാളെ പെണ്ണിന്റെ മധുരവെപ്പാണ്. സാധാരണ പെണ്ണ് വരാറില്ല. വലിഞ്ഞു കയറി വന്നിട്ടുണ്ട്. എന്തായാലും വെറുതെ വലിഞ്ഞു കയറി വന്നിട്ടുണ്ട്. ഡ്രസ്സൊക്കെ കൊള്ളാം, അടിപൊളിയുണ്ട്. പ്രൊമോഷൻ ഇതെവിടുന്നാ? ഓക്കെ, ചേച്ചിയുടെ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്.
മെസ്സേജ് ഇല്ല എന്തായാലും. അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചോദിച്ചോട്ടെ ഞാൻ ഫിഫ്ത്ത് പൊസിഷനേ ഉള്ളടാ. ഫിഫ്ത്ത്. ഇതേത് പൊസിഷൻ വരും ചളിയടിയില്? ഫസ്റ്റ് വന്നിട്ടില്ല. ഡീസന്റ് ടോപ്പ്. ചളിയടിക്കുന്നതിൽ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ? നമ്മുടെ സിയോചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഈ നിൽക്കുന്നത്. എന്താണ് സിയോചേട്ടന്റെ മധുരം വെപ്പും കഴിഞ്ഞല്ലേ, എന്താണ് പറയാനുള്ളത്? പറയൂ. പുതിയൊരു ജീവിതം തുടക്കമാണ്. ബ്ലെസ്സിങ്സ്. ഓക്കെ, എന്താ പറയാനുള്ളത്? ആർക്ക്? എനിക്കല്ല, സിയോചേട്ടന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയണം. ആശംസകൾ. പറഞ്ഞോ സിജോയ്ക്ക് ആശംസകളെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാരും ഫോട്ടോ എടുക്കാൻ പോവാണ്. എല്ലാരും വരുന്നല്ലേ? എല്ലാരും സുരേഷേട്ടന്റെ മധുരം വെപ്പം അങ്ങനെ മനോഹരമായി കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് രണ്ടുപേർക്കും പറയാനുള്ളത്? ഹാപ്പി. അതെ, നാട്ടിനെ പറ്റി എന്താണ് അഭിപ്രായം? നമ്മുടെ ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു. നല്ല ബോൾഡ് ആയിട്ടുള്ള, നല്ല ബ്യൂട്ടി ആയിട്ടുള്ള, നല്ല ടാലന്റ് ആയിട്ടുള്ള ഞങ്ങളുടെ കാത്തു. അടിപൊളി. സുരേഷേട്ടനെ ഒതുക്കാൻ പറ്റിയ കട്ടക്ക് നിൽക്കുന്ന രണ്ട് യുവമിഥുനങ്ങൾ. ഓക്കെ ഓക്കെ. ഏതിലി ഈ ചേട്ടന്മാരെ അറിയാവോ? അറിയത്തില്ലേ? ഇവരെ ഫോട്ടോസ് ഒക്കെ എടുത്തത് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. താങ്ക് യു പറഞ്ഞു. എവലിൻ ടീച്ചർ സീഡ് വീട്ട് പേരാ. ആരാ നിക്കുന്നേ? നിക്കുന്ന ആരാ അവിടെ നിക്കുന്നേ? അവിടെ നിക്കുന്ന ആരാ? അതാരാ പച്ച ഡ്രസ്സൊക്കെ ഇട്ട് നിക്കുന്ന? പച്ച ഡ്രസ് ഇട്ട് നിക്കുന്ന ആരാ? ഇപ്പുറത്ത് നിക്കുന്ന ആരാ? ആരാ ആരാ ആരാ? മനുഷ്യരാ? ആരാ നിക്കുന്ന? ആരാ നിക്കുന്ന? സിജു അങ്കിൾ എവിടെ? അതിന് അങ്ങേയറ്റത്ത് നിക്കുന്ന ആരാ? അങ്ങേയറ്റത്ത് നിക്കുന്ന ആരാ? ലിനുവിനെ എന്താ വിളിക്കുന്നേ? ലിനു ആരാ? ലിനുവിന്റെ പേരെന്താ? അങ്ങനെ സ്നേഹം നമ്മുടെ സിയോചേട്ടന്റെ മധുരം കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ ചെക്കൻ്റെ സൈഡാണ്, നാളെ ഞങ്ങൾ പെണ്ണിന്റെ സൈഡാണ്. അപ്പോ പരിപാടി ഉഷാറായിരുന്നു. ഇതാ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, വീഡിയോ എടുക്കണ റീൽ ഉണ്ടാക്കുന്നത്, നമ്മൾ എന്തോ അടി നടക്കുന്നത്. നീ എടുത്താൽ ശരിയായില്ല, ഞാൻ എടുത്താൽ ശരിയായില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ സിയോചേട്ടന്റെ മധുരം കഴിഞ്ഞു. അടിപൊളി പരിപാടിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ബാക്കി ആരുമില്ല, ജാസ്മിനൊക്കെ പോയി. അവരിനി എപ്പോഴാ വരുന്നത്? ഇനി അവിടെ ശനിയാഴ്ച കല്യാണത്തിന് എന്തായാലും ഒരു കല്യാണം റിസപ്ഷനൊക്കെ കൂടാൻ വേണ്ടി കുറേ പേര് വരാറുണ്ട് അല്ലേ? നമുക്ക് ആ സമയത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. അതെ, കുറച്ച് കുടുംബക്കാർ മാത്രമേ ഉള്ളൂ, ബന്ധുക്കാർ മാത്രമേ ഉള്ളൂ. പറ, എങ്ങനെയുണ്ടായിരുന്നു മധുരം വെപ്പ്? ഞങ്ങളുടെ എന്താണ് ഇവിടെ കാര്യം? വലിഞ്ഞു കയറി വരും. എങ്ങനെയുണ്ടായിരുന്നു മധുരം വെപ്പൊക്കെ? ഇനി നാളെ ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ചെക്കൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. സമാധാനമായിരുന്നു. ടയർഡായിപ്പോ ഭയങ്കരമായിട്ട്. കാരണം നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചടങ്ങാണ്. സൂപ്പർ. അപ്പൊ അതിന്റെ ഇടക്ക് പിന്നെ എന്താ പറയണ്ട, നമ്മള് ഇതിന്റെ ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ആപ്പാട് അറിയാലോ. അതെ, നമ്മൾ കണ്ടിന്യൂസ് പരിപാടിയല്ലേ. ഇപ്പൊ നാളെ നമുക്ക് അടുത്ത പരിപാടി, അത് കഴിഞ്ഞിട്ട് പറ്റുന്ന കല്യാണം, ഇങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ് പരിപാടി ആകുമ്പോഴത്തേക്ക് നമുക്കൊരു റെസ്റ്റ് ഇല്ലല്ലോ. ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പൊ ഇപ്പൊ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകണം എല്ലാം കഴിഞ്ഞിട്ട്. പ്രത്യേകിച്ച് ആ ഡ്രസ് ഇട്ടപ്പോഴത്തേക്കും ആ ഡ്രസ് ഇങ്ങനെ അതെല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു നിങ്ങൾ ഫുഡ് വെച്ചിട്ട് വാ. അപ്പൊ ഞങ്ങള് സിയോചേട്ടനെ വീട്ടിലാക്കി, മധുരം വെപ്പൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലാക്കിയിട്ട് നേരെ പുറത്ത് ഫുഡ് കഴിക്കാണ്ട് വന്നിരിക്കുകയാണ്. അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ അങ്ങനെ
ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ചേട്ടനൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ സായി ചേട്ടനെയും സ്നേഹയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഇതാണ് കോർട്ടാണ്. ക്രിക്കറ്റിൻ്റെ മാച്ച് നടന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ വീഡിയോ എന്തോ എടുക്കാറുണ്ട് പ്രതീക്ഷിക്കുന്നു. അവർ വെയിറ്റ് ചെയ്തിരുന്ന ടൈമിൽ ഒരു സോഡ സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ സ്നേഹം അതെ, നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ കൊണ്ടുപോകാം ബീച്ചില്. നേരെ നമ്മള് ബീച്ച്, ആലപ്പുഴ ബീച്ചിൽ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഞങ്ങള് എപ്പോഴും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വന്നിട്ട് ഞങ്ങള് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോകണം. ഓക്കെ ഓക്കെ. ഇവിടെ കിണവാളൻ വന്നിരിക്കുകയാണ്. ഞങ്ങള് ശരിയാക്കുന്നുണ്ടത്. ശരിയാക്കി തരാം, ശരിയാക്കി തരാം. അത് ഇത് റെക്കോർഡ് ചെയ്യണത്. അങ്ങനെ ഞാനും സ്നേഹയും കൂടെ കത്തി വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പകലായിരുന്നെങ്കിൽ എല്ലാം നന്നായിട്ട് കാണായിരുന്നു. സ്നേഹ, അങ്ങനെ നമ്മൾ ഇവിടെ വരെ എത്തിയല്ലേ? അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അതെ, തട്ടുകടയിലെ ഫുഡ് കഴിക്കാൻ ശിവശിവനുണ്ട്. ഓക്കെ, ഫുഡ് കഴിക്കട്ടെ.